ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഹെൽത്ത് മിക്സ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് ഫുഡിനെക്കാട്ടിലും ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഹെൽത്ത് മിക്സും അതേപോലെ ഏത്തയ്ക്കാപ്പൊടിയൊക്കെ കൊടുക്കുന്നതാണ്. പിന്നെ അതേപോലെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന നോർമൽ ഫുഡൊക്കെ കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത്. 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്ത് മിക്സ് പൗഡറാണിത്. തീരെ വെയിറ്റില്ലാത്ത കുഞ്ഞുങ്ങൾക്കും അതേപോലെ ഫുഡ് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കും ഇത് നല്ലൊരു ഹെൽത്ത് മിക്സ് പൗഡറാണ്. ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയെന്ന് നോക്കിയിട്ട് വരാം. ഈ കാണുന്ന ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇതിൽ കാണിക്കുന്ന ഈന്തപ്പഴം ഇതിനകത്ത് പൊടിക്കാനുള്ളതല്ല. ഈന്തപ്പഴം ഇട്ട് കുതിർത്ത വെള്ളത്തിലാണ് ഞാൻ മോൾക്ക് കുറുക്ക് കാച്ചി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും എന്തൊക്കെയെന്ന് നോക്കാം. 1 കപ്പ് മട്ട റൈസ്, സാഗോ അല്ലെങ്കിൽ ചവ്വരി 2 സ്പൂൺ, ഉഴുന്ന് 2 സ്പൂൺ, വെള്ളക്കടല 2 സ്പൂൺ, ബാർലി 2 സ്പൂൺ, നമ്മുടെ സാദാ കടല 2 സ്പൂൺ, ചെറുപയർ 2 സ്പൂൺ, 1/2 കപ്പ് സൂചി ഗോതമ്പ്, ഗ്രീൻ പീസ് 2 സ്പൂൺ, വൻപയർ 2 സ്പൂൺ, പച്ചരി 2 സ്പൂൺ, സാമ്പാർ പരിപ്പ് 2 സ്പൂൺ, പൊട്ടുകടല 2 സ്പൂൺ, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, പിന്നെ കൽക്കണ്ട്, പനയും കൽക്കണ്ടെങ്കിൽ അതെടുക്കാം 2 സ്പൂൺ, 1 സ്പൂൺ കപ്പലണ്ടി, 2 ഏലക്ക. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇതിത്രയും ഒഴിച്ച് ബാക്കിയെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകി വാരിയെടുക്കാം. ഈന്തപ്പഴം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. നല്ലതുപോലെ കഴുകി വാരിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലോ മുറത്തിലോ എന്തോത്തിലെങ്കിലും ഇട്ട് ഒന്ന് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കണം. ആ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഒന്ന് ഉണക്കിയെടുക്കാം. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം വറുക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതിൽ നിന്ന് കൽക്കണ്ടൊഴികെ ബാക്കിയെല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കൽക്കണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറേശ്ശെ ഇട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന പൊടി മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ പൊടിച്ച് നല്ലതുപോലെ അരിച്ചെടുക്കണം. മൊത്തത്തിലൊരു 2-3 പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ അരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഒരു കട്ട പോലും ഇല്ലാതെ നല്ലതുപോലെ കിട്ടുന്നത്. അപ്പോൾ ഇതാ ഹെൽത്ത് മിക്സ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റോറേജ് ബോക്സിലിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പാക്കറ്റ് ഫുഡൊന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്കിത് ഹെൽത്ത് മിക്സ് പൗഡർ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് നല്ലതേ വരുത്തുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.